നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റൈൻ പ്രതിരോധ സേനയുടെ വീരകൃത്യങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയം ശ്രദ്ധേയമാകുന്നു. സെപ്റ്റംബർ 3 വരെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടക്കുന്ന ഖുദ്ഹ ജൂനിയർ പരിശീലന ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കുന്ന മ്യൂസിയത്തിൽ ഇറാൻ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ബഹ്റൈന് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിരോധിച്ചതും നശിപ്പിക്കപ്പെട്ടതുമായ ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയുടെ അവശിഷ്ടങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. BDFന്റെ നേട്ടങ്ങൾ, മാനുഷിക പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ ചരിത്രവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ബഹ്റൈൻ സംസ്കാര പുരാവസ്തു അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിപാടി സമാപിച്ചു. വിവിധ പ്രായത്തിലുള്ള 100-ലധികം കുട്ടികളും യുവജനങ്ങളും പങ്കെടുത്ത പരിപാടിയിൽ ദേശീയ പൈതൃകം, ചരിത്രം, കലകൾ, കരകൌശല വസ്തുക്കൾ എന്നിവ പരിചയപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായാണ് പരിപാടി നടന്നത്. മൺപാത്ര നിർമ്മാണം, ബഹ്റൈനി പലഹാരങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ പരമ്പരാഗത തൊഴിലുകൾ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിരുന്നു. ദിൽമൂൻ ഖബർസ്ഥാനുകളുടെ രഹസ്യങ്ങൾ, പുരാവസ്തു സൈറ്റ് ഇൻസ്പെക്ടർ സെഷൻ എന്നിവയ്ക്ക് പുറമെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഖല്ലത്ത് അൽ ബഹ്റൈനിലെ അനുഭവങ്ങൾ കുട്ടികൾക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകുന്നതായിരുന്നു. കൂടാതെ പരിപാടിയുടെ ഭാഗമായി ഖല്ലത്ത് അൽ ബഹ്റൈൻ സൈറ്റ് മ്യൂസിയം, അൽ ജസ്ര ഹാൻഡിക്രാഫ്റ്റ് സെന്റർ, ആലിയിലെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണശാല, ഷുവൈറ്റർ സ്വീറ്റ്സ് ഫാക്ടറി എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക പഠനയാത്രകളും സംഘടിപ്പിച്ചിരുന്നു. പത്മവിഭൂഷൺ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ 71ാം ജന്മദിനത്തോടനുബന്ധിച്ച് ടീം ജനസേന ബഹ്റൈനിലെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ലധികം പേർ ചടങ്ങിൽ രക്തം ദാനം ചെയ്തു. ചിരഞ്ജീവിയുടെ ആരാധകർ, ജനസേന പിന്തുണക്കാർ, വീരമഹിളകൾ, വിവിധ ഇന്ത്യൻ സമൂഹങ്ങളിലെ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ജനസേന ബഹ്റൈൻ അംഗങ്ങളായ D. ശ്രീനിവാസ് റാവു, ഹേമന്ത് നാഗേഷ് ജി, M. സതീഷ് കുമാർ, ഭാസ്കർ രായിഡു, മറ്റ് ടീം അംഗങ്ങൾ എന്നിവരുടെ സജീവ പിന്തുണയോടെയാണ് പരിപാടി ഏകോപിപ്പിച്ചത്. രക്തദാന ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്ന് സംഘാടകർ, ദാതാക്കൾ, വീരമഹിളമാർ, മറ്റ് ടീം അംഗങ്ങൾ എന്നിവർ കേക്ക് മുറിച്ച് ചടങ്ങിൽ ആഘോഷിച്ചു. മെഗാസ്റ്റാറിന്റെ 71ാം ജന്മദിന രക്തദിന പരിപാടിയുടെ വിജയത്തിന് സംഭാവന നൽകിയ ഏവർക്കും സംഘാടകർ നന്ദി അറിയിച്ചു. ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ പ്രവാസി മലയാളി E. A. സലീം രചിച്ച പൊന്നൊഴുകി വന്ന കാലം എന്ന നോവലിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം കൊച്ചി ബൊൾഗാട്ടി പാലസിൽ സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിച്ച ഹാർമണി 2026 വേദിയിൽ പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ മുൻ ബഹ്റൈൻ പ്രവാസി P.T. തോമസിന് കോപ്പി നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് P.V. രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഷേർലി സലീം എന്നിവരുടെയും വേദിയിലെ വിശിഷ്ട സാന്നിധ്യത്തിലായിരുന്നു പ്രകാശനം. വർത്തമാനകാലത്തെ ലോകത്തെ മാറ്റിമറിച്ച ഫോസിൽ ഇന്ധന സമ്പദ് വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യജീവിതത്തെ അടയാളപ്പെടുത്തുന്നതാണ് നോവലിന്റെ പ്രമേയം. നോവലിന്റെ ആദ്യ പതിപ്പ് പ്രകാശനം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചി രാമവർമ്മ ക്ലബ്ബിൽ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് E. സന്തോഷ് കുമാർ ബെന്യാമിന് നൽകിയാണ് നിർവഹിച്ചിരുന്നത്. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം 80ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ സഹായത്തോടെ രക്തം നൽകൂ, ജീവൻ നൽകൂ എന്ന ആപ്തവാക്യത്തോടെ 12ാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100ഓളം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിന് ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങ് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പ്രസിഡന്റ് സ്മിത ജൻസൺ ഉദ്ഘാടനം ചെയ്തു. KPFന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രശംസിക്കുകയും മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും അറിയിക്കുകയും ചെയ്തു. സൽമാനിയ ആശുപത്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹൗറ സാമൂഹ്യ പ്രവർത്തകൻ സയ്യിദ് ഹനീഫ, ഷറഫ് അലി കുഞ്ഞി, സിവിൽ ഡിഫൻസ്, KPF ട്രഷറർ സുജിത് സോമൻ, ജോയിന്റ് സെക്രട്ടറി രമ സന്തോഷ്, അസിസ്റ്റന്റ് ട്രഷറർ സുജീഷ് മാടായി എന്നിവർ ആശംസകൾ നേർന്നു.
ഇന്റേണൽ ഓഡിറ്റർ ഹരീഷ് പി കെ നിയന്ത്രിച്ച ചടങ്ങിന് ചാരിറ്റി വിംഗ് കൺവീനർ സജിത്ത് വെള്ളിക്കുളങ്ങര നന്ദി രേഖപ്പെടുത്തി. എക്സിക്യൂട്ടീവ് മെമ്പർമാരും വനിതാ വിംഗും ക്യാമ്പിന് നേതൃത്വം നൽകി. 3 മാസം തോറും KPF നടത്തിവരുന്ന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ രക്തം നൽകി വരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ആവശ്യമുള്ളവർ KPF ചാരിറ്റി വിംഗ് കൺവീനർ സജിത്ത് വെള്ളിക്കുളങ്ങരയെ 39261761 എന്നീ നമ്പറുകളിൽ സമീപിക്കാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മൈസൂരു റെയിൽവേ ഡിവിഷനിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രശ്നമുയർത്തി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഒഴിവാക്കുന്നത് പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയ്ക്കും. ഇത് ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നും പരാതി ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇടവേള. കൊച്ചിയിൽ മോശം കാലാവസ്ഥയുണ്ടായിരുന്നില്ലെന്നും സ്പൈസ് ജെറ്റിന്റെ സർവീസുകൾ തടസ്സപ്പെടാൻ കാലാവസ്ഥ കാരണമല്ലെന്നും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് വ്യക്തമാക്കി. കാലാവസ്ഥ കാരണമായി ചൂണ്ടിക്കാട്ടി സ്പൈസ് ജെറ്റ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും സിയാൽ ആരോപിച്ചു. കൊച്ചിയിലെ മോശം കാലാവസ്ഥ കാരണം എല്ലാ പുറപ്പെടലുകളും എത്തിച്ചേരലുകളും അതുമായി ബന്ധപ്പെട്ട തുടർ സർവീസുകളെയും ബാധിക്കുമെന്നും സ്പൈസ് ജെറ്റ് സോഷ്യൽ മീഡിയയിൽ പുറത്തിറക്കിയ അറിയിപ്പിൽ പറഞ്ഞു. യാത്രക്കാർ വിമാനത്തിന്റെ സമയക്രമം പരിശോധിക്കണമെന്നും സ്പൈസ് ജെറ്റ് നിർദ്ദേശിച്ചിരുന്നു. കൊച്ചിയിൽ സർവീസ് തടസ്സപ്പെടാൻ കാരണമാകുന്ന തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. കൊച്ചിയിൽ സർവീസ് നടത്തുന്ന മറ്റൊരു എയർലൈനും കാലാവസ്ഥയെ തുടർന്ന് ഇത്തരം തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിയാൽ പറഞ്ഞു. തുടർച്ചയായി യാത്രക്കാരുടെ പരാതികൾ ഉയർന്നിട്ടും സ്പൈസ് ജെറ്റ് പ്രശ്നങ്ങൾ വേണ്ടത്ര പരിഹരിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്ഥിതി കൂടുതൽ വഷളായെന്നും സിയാൽ ആരോപിച്ചു. സ്പൈസ് ജെറ്റ് വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് എയർലൈനുമായി ബന്ധപ്പെട്ട് വിമാനത്തിന്റെ നിലവിലെ സമയക്രമം വീണ്ടും പരിശോധിക്കണമെന്നും സിയാൽ നിർദ്ദേശിച്ചു. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പുന്നമടക്കായലിൽ ചരിത്രം രചിച്ച് അരോമ ചുണ്ടൻ ക്ലബ്ബ്. കന്നി പോരാട്ടത്തിലാണ് കിരീട നേട്ടം അരോമ ചുണ്ടൻ സ്വന്തമാക്കിയത്. 4 മിനിറ്റും 23 സെക്കൻഡും തുഴഞ്ഞെത്തിയാണ് കിരീടത്തിൽ മുത്തമിട്ടത്. രണ്ടാമനായത് നടുഭാഗമാണ്. 6 ഹീറ്റ്സുകളും പൂർത്തിയായ ശേഷമാണ് മത്സരം ഫൈനലിലേക്ക് കടന്നത്. മേൽപ്പാടം, നടുഭാഗം, വിയപുരം, അരോമ എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനൽ ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. ആദ്യ ഹീറ്റ്സിൽ വിയപുരം ഒന്നാമതെത്തി 4:20 മിനിറ്റിനാണ് എടുത്ത സമയം. രണ്ടാം ഹീറ്റ്സിൽ ചമ്പക്കുളം ചുണ്ടനാണ് ഒന്നാമതെത്തിയത്. രണ്ടാം ഹീറ്റ്സിൽ 5 മിനിറ്റിലേറെ സമയമെടുത്താണ് 4 വള്ളങ്ങളും ഫിനിഷ് ചെയ്തത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.